നിന്റെ വീട്ടിൽ, നിന്റെ കുഞ്ഞുങ്ങളിൽ, നിന്റെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം വരാനുള്ള, അങ്ങനെ റോട്ടിലൂടെ എതിരേലും പോകാനുള്ളതല്ല, അത് തിരിഞ്ഞ് നിന്റെ വീട്ടിൽ വരും. നിന്റെ കുടുംബത്തിൽ ഈ അനുഗ്രഹം തിരിഞ്ഞു വരും. അതിനൊരാൾ വേണം. ഈ സക്കേവൂസ് ഒരു ഭാര്യയും മക്കളൊക്കെയുള്ള ഒരു കുടുംബനാഥനാന്ന് ഓർക്കണം. ആള് ഒരു കൂലിവേലക്കാരനല്ല, സമ്പന്നനാന്ന് എഴുതിയിട്ടുണ്ട്. ആ മനുഷ്യൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പം ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക് ദൈവം കയറി ചെന്നോ? വായിച്ചു നോക്ക്. ഇതാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയില്ലേ, അത് ദൈവം നിൻ്റെ ഭവനത്തിൽ വരുന്ന ഒരു സമയമാണ്. ദൈവം നിൻ്റെ ഭവനത്തിൽ നടന്നു കയറി വരും. സക്കേവൂസിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് എല്ലാവരും നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കുകയാണ്, അവന് മഹാപാപിയായ മനുഷ്യനാണ്, കൊള്ളാത്തൊരുത്തൻ, ഇവൻ്റെ വീട്ടിൽ എന്തിനാ പോണത്? ആൾക്കാർ പലതും പറഞ്ഞു. യേശു അത് ശ്രദ്ധിച്ചില്ല. അവൻ്റെ ആഗ്രഹത്തെയും പരിശ്രമത്തെയും മാനിച്ച് അവൻ്റെ ഭവനത്തിലേക്ക് യേശു കയറി ചെന്നു. സക്കേവൂസിൻ്റെ ഭാര്യ ആദ്യമായിട്ടാണ് യേശുവിനെ കാണുന്നത്. സക്കേവൂസിൻ്റെ മക്കൾ ആദ്യമായിട്ടാണ് യേശുവിനെ കാണുന്നത്. ആരാ യേശുവിനെ വീട്ടിൽ കൊണ്ടുവന്നത്? ആ വീടിൻ്റെ കുടുംബനാഥനാ കൊണ്ടുവന്നത്. ആ കുടുംബനാഥനെ കണ്ടുപഠിക്കണ്ടേ ഓരോ കുടുംബനാഥന്മാരും? ഓരോ കുടുംബനാഥന്മാരാകാനുള്ളവരും കുടുംബനാഥനും കണ്ടുപഠിക്കണം. യേശുവിനെ ആ വീട്ടിൽ കൊണ്ടുവന്നത് ഈ അപ്പനാണ്, ഈ പിതാവാണ്, ഈ കുടുംബനാഥനാണ്. ഇന്ന് പല കുടുംബനാഥന്മാർക്കും പറ്റാത്ത കാര്യം ദൈവത്തെ ആ വീട്ടിൽ കൊണ്ടുവരാനാണ് അവർക്ക് പറ്റുക. അവർക്ക് തിരക്കാണല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെന്ന കുടുംബനാഥൻ ദൈവത്തെ വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്, ഈ വചനം പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് കുറേ കാര്യം ചെയ്യാനുണ്ട്. ഇന്ന് മക്കൾ വഴിതെറ്റിപ്പോകുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, എല്ലാം ധിക്കരിക്കുന്നു, എന്തു പറയുമ്പോൾ വേറൊരം ചെയ്യുന്നു, ആകെ മക്കളെ കൊണ്ട് തലവേദന. നിങ്ങൾ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ദൈവത്തെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടോ? ഇന്ന് വരെ ഈ കണ്ട പ്രായം വരെ ജീവിച്ചിട്ട് മക്കളെ ദൈവത്തെ പരിചയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ആത്മശോധന ചെയ്ത് നോക്ക്. അന്നേരം നിങ്ങൾക്ക് തിരക്കായിരുന്നു, അവിടെ പോകാനുണ്ട്, അത് ചെയ്യാനുണ്ട്, പ്രാർത്ഥിക്കാൻ സമയമില്ലായിരുന്നു, ആരാധിക്കാൻ സമയമില്ലായിരുന്നു, ഒരു പാട്ട് പാടാൻ സമയമില്ലായിരുന്നു, ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ സമയമില്ലായിരുന്നു, എന്തിനു പറയണം, ഒരു കൊന്ത ചെല്ലാൻ പോലും സമയമില്ലാത്ത നാളുകൾ നമുക്കുണ്ടായില്ലേ? പ്രിയപ്പെട്ടവരെ, സക്കേവൂസിനെ കണ്ടുപഠിക്കണം. സക്കേവൂസ് എന്ന മനുഷ്യൻ പണക്കാരനായിരുന്നു, അയാൾ പ്രമാണിയാന്നൊക്കെ അവൾ കിടക്കട്ടെ. അയാൾ മരത്തെ കയറിയിരുന്ന് ആ ദൈവത്തെ കാണാനുള്ള ആഗ്രഹം ആ മനുഷ്യനെ ദൈവം എവിടം വരെ എത്തിച്ചു നോക്ക്. ആ മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ച വഴി കണ്ടോ? ഇതുപോലെ അനുഗ്രഹിക്കാൻ ദൈവം തുറന്നൊരു സമയമാണിത്. നിങ്ങൾ വേണം ദൈവത്തെ ഈ നിങ്ങളുടെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ആ അനുഗ്രഹത്തിൽ. എന്നിട്ട് യേശു പറഞ്ഞ വാക്കുണ്ട്, നിന്റെ ഭവനം രക്ഷപ്പെട്ടിരിക്കുന്നു, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ആരിലൂടെയാണ് ഈ രക്ഷ വന്നേ? ആരിലൂടെയാ? ഈ സക്കേവൂസ് എന്ന വ്യക്തിയിലൂടെയാണ്. നമ്മളൊന്ന് പ്രാർത്ഥിച്ച്, സക്കേവൂസ് എന്ന വ്യക്തിയെപ്പോലെ നമുക്കും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദൈവത്തിൻ്റെ കരവും സ്വരവുമാകേണ്ടവരാണ് നിങ്ങൾ. ദൈവത്തെ കൂട്ടിക്കൊണ്ടുവന്ന് അനേകർക്ക് കാണിച്ചു കൊടുക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. കേവലം ഒരു കാഴ്ചക്കാരനെ പോലെയും കേൾവിക്കാരനെ പോലെയും എന്തെങ്കിലും പറഞ്ഞ് ബഹളം ഉണ്ടാക്കി ഒരു പാട്ടും പാടി പോകാൻ വേണ്ടി വന്നതല്ല. ഇത് നിങ്ങളെ ദൈവത്തിൻ്റെ സ്വഭാവം, നിങ്ങളുടെ കുഞ്ഞ് ആഗ്രഹത്തെ പോലും ദൈവം അത്ഭുതകരമായി മാനിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം, പ്രതീക്ഷയുള്ള. അതാണ് സക്കേവൂസിൻ്റെ പ്രതീക്ഷയാണ് ആ ഓട്ടം, ദൈവത്തിനെ കാണാനുള്ള ഒരു പ്രതീക്ഷ. ഞാൻ ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു നല്ല പ്രതീക്ഷയോട്, സക്കേവൂസ് പുറകോട്ടോടിയെന്നല്ല, മുന്നോട്ടേ ഓടാവുള്ളൂ, പുറകോട്ടോടരുത്. എന്ത് വെല്ലുവിളി ആയിക്കോട്ടെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ. എന്നോടൊരാൾ പറഞ്ഞു, എന്നോട് എൻ്റെ കുടുംബക്കാർ പറഞ്ഞു, നീ പോയി ചാകടാന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പോയി ചാകാൻ പോവാ, ഞാൻ വീട്ടിലേക്കില്ലെന്ന്. പുറകോട്ടോടാൻ എളുപ്പമാണ്, മുന്നോട്ടോടാനാ സക്കേവൂസ് പഠിപ്പിച്ചത്. ആ മുന്നോട്ടോടിയവനെയാ ദൈവം ചേർത്ത് പിടിച്ചത്, പുറകോട്ടോടുന്നവനെയല്ല. മുന്നോട്ടോടാൻ നിങ്ങളുടെ കാലുകൾക്കും മനസ്സിനും ശക്തി കിട്ടട്ടെ. നല്ലൊരു പ്രതീക്ഷ ഉണ്ടാകട്ടെ ജീവിതത്തിൽ. ഒന്നും തകർന്നു പോകത്തില്ല. പ്രതീക്ഷയോടെ ഇരുന്ന് വചനം കേട്ട്. ഈ ബൈബിളിൻ്റെ പ്രത്യേകത മറ്റൊരു പേര് പ്രതീക്ഷയുടെ പുസ്തകം എന്നാണ്. ഏത് പൊട്ടിപ്പൊളിഞ്ഞവനും ഈ പുസ്തകത്തെ നോക്കുമ്പോൾ അവൻ ചിരിക്കും. കരഞ്ഞ് കാറി കൂകി ബഹളം വച്ച് തകർന്നു വരുന്നവൻ ഈ പുസ്തകം തുറന്ന് മടിയിൽ വെച്ച് 10 മിനിറ്റ് കഴിയുമ്പം ആശ്വാസം അനുഭവിക്കും. അവന് കിട്ടുന്നത് പ്രതീക്ഷയാണ്. ഏത് സാഹചര്യത്തിലും ഉയർത്തെഴുന്നേക്കാൻ പറ്റും കുഞ്ഞെ. എവിടെ നിന്നും ഉയർത്തെഴുന്നേക്കാൻ പറ്റും, നിനക്കും പറ്റും. നിന്റെ കുടുംബം പുറകോട്ടോടരുത് കേട്ടോ. പലരും പറയും പുറകോട്ടോടിക്കോളാൻ. പുറകോട്ടോടിയരുത്, ദോഷം നിനക്കാണ്. മുന്നോട്ടേ ഓടാവുള്ളൂ. മുന്നോട്ടോടും പല പ്രശ്നങ്ങളും പല വ്യക്തികളും മുന്നിൽ വരും. പുറകോട്ട് പോകരുത്. ഇതാ ഒരു വാക്യം
വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്ക്. 5-ാമത്തെ അധ്യായം അതിന് 25 മുതലുള്ള വാക്യങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഒന്ന് ബൈബിൾ തുറന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന് അതൊന്ന് വായിച്ചു നോക്കിക്കേ. പ്രതീക്ഷയോടെ യേശുവിൻ്റെ അടുത്ത് വന്ന ഒരു സ്ത്രീ, അതാണ് രക്തസ്രാവക്കാരി സ്ത്രീ. 25-ാമത്തെ വാക്യം എഴുതിയിട്ടുണ്ട്. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, തകർന്ന് തരിപ്പണമായവളെന്ന് അടുത്ത വാക്യം സൂചിപ്പിക്കുന്നു. എന്താണെന്നറിയാമോ? ഉള്ള വൈദ്യന്മാരെയും ഡോക്ടർമാരെയും പഠിച്ചവരെയെല്ലാം കണ്ടിട്ട് ഒരു ഗുണവും ഉണ്ടായില്ല. സമ്പത്തും പണവും എല്ലാം തീർത്തിട്ടും നഷ്ടമല്ലാണ്ട് ഒരു മെച്ചം ഉണ്ടായില്ല. അങ്ങനെ ശരീരം കൊണ്ടും സാമ്പത്തികം കൊണ്ടും മനസ്സുകൊണ്ടും തകർന്നു പോയൊരു വ്യക്തി എഴുതിയിരിക്കുകയാണ് 27-ാമത്തെ വാക്യം. അവൾ യേശുവിനെ കുറിച്ച് കേട്ട് വീട്ടിലിരുന്നു, മടിപിടിച്ചിരുന്നു എന്നല്ല, കേട്ടിട്ട് ആ ക്ഷീണമുള്ള ശരീരവുമായി നടന്ന് യേശുവിൻ്റെ അടുത്ത് വന്നു. ഒരു പരിശ്രമ സക്കേവൂസ് മരത്തെ കയറിയതുപോലെ. വീട്ടിൽ കിടക്കാനുള്ള ആരോഗ്യമുള്ളൂ, കട്ടിലേന്ന് തല പൊക്കാൻ പോലും ആരോഗ്യമില്ല. ഈ ഒരു അവസ്ഥയിലും യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അതാണ് എന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്ക്. എഴുതിയിരിക്കുന്ന വാക്ക് 27-ാമത്തെ വാക്യം. ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ അവൾ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ പിന്നിൽ വസ്ത്രത്തിൽ സ്പർശിച്ചു. വസ്ത്രത്തിൽ, ശരീരത്തിൽ തൊട്ടാൽ നമുക്കറിയാം. നിങ്ങളുടെ വസ്ത്രത്തിൽ പുറകെ നിന്ന സൈഡിൽ നിന്ന് ഒരാൾ തൊട്ടാൽ അറിയുമോ? ഇല്ല. ഈ വ്യക്തി പ്രതീക്ഷിക്കുവാണ്, ആ വസ്ത്രത്തിൽ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു. ഇന്ന് നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എന്തേ പ്രതീക്ഷിക്കാവുള്ളൂ? ഞാൻ തകർന്നു പോകത്തേ ഉള്ളൂ, ഞാൻ രക്ഷപ്പെടുകയില്ല, എനിക്കൊരു ജോലിയും കിട്ടുകയില്ല, എൻ്റെ കല്യാണമൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല, ഞങ്ങൾക്കിനി കുഞ്ഞുങ്ങളൊന്നും ജനിക്കത്തില്ല. ഇങ്ങനെയുള്ള നിരാശയുടെ വാക്കുകൾ പറയരുത്. ഇതാ തകർന്ന് തരിപ്പണമായൊരു സ്ത്രീ പറയുവാണ്, ഞാൻ രക്ഷപ്പെടത്തില്ലെന്നല്ല പറഞ്ഞേ, ആ വസ്ത്രത്തിൽ തൊട്ടാൽ ഞാൻ രക്ഷ പ്രാപിക്കുമെന്ന് വിചാരിച്ച ഒരു വ്യക്തി. സമ്പത്ത് പോയി, ആരോഗ്യത്തിൽ ക്ഷീണമുണ്ട്, എല്ലാവിധത്തിലും തകർന്ന വ്യക്തി പോലും പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷയെ ദൈവം മാനിച്ചത് കണ്ടോ? പ്രതീക്ഷിക്കുന്നവനെ ദൈവം നിരാശനാക്കില്ല. പ്രതീക്ഷിക്കുന്നതിന് പണച്ചെലവില്ല കേട്ടോ. പ്രതീക്ഷിക്കുന്നതിന് അധികം ചിലവോ നഷ്ടങ്ങളൊന്നുമില്ല. പ്രതീക്ഷിക്കുക, ദൈവം എനിക്ക് നല്ലത് വരും. ഒന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? എൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷമൊക്കെ മാറി ഞങ്ങളുടെ കുടുംബം ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കപ്പെടും എന്നൊന്ന് വിചാരിച്ചാൽ മതി, അതുപോലും അനുഗ്രഹമായി മാറും. പ്രാർത്ഥിച്ചു എന്നാണോ എഴുതിയിരിക്കുന്നത്? മനസ്സിൽ വിചാരിച്ചു എന്ന്. ആ വിചാരത്തെ പോലും ദൈവം അത്ഭുതമാക്കി മാറ്റി. വിചാരത്തെ പോലും. നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് വിചാരിക്കുന്നത്? ഞാൻ രക്ഷപ്പെടുമെന്നാണോ വിചാരിക്കുന്നത്? രക്ഷപ്പെട്ടിരിക്കും. എൻ്റെ ഈ പ്രശ്നങ്ങളും കടബാധ്യതയൊക്കെ മാറുമെന്നാണോ വിചാരിക്കുന്നത്? നടന്നിരിക്കും. കാരണം യേശു പറഞ്ഞുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്താ നിന്റെ വിശ്വാസം? വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ പ്രാർത്ഥനയിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങളുടെ പ്രതീക്ഷ എന്താ? നിങ്ങളുടെ വിശ്വാസം എന്താ? നിങ്ങൾ ഒത്തിരി പേര് വിശ്വസിക്കുന്ന നെഗറ്റീവ് ആകട്ടോ. ഒന്നും ശരിയാകത്തില്ല, അന്നേരം അവർ നെഗറ്റീവ് പറയും. ഒന്നും ശരിയാവുമൊന്നുമില്ല. അവരുടെ മുഖത്തും ആ ആംഗ്യഭാഷയിൽ വരെ നിരാശയാണ്. ഒന്നും ശരിയാകുകയില്ല. ഞാൻ കുറേ നോക്കി ശരിയാകുകയില്ല. ഞാനൊന്നിനുമില്ല. അങ്ങനെ പറയരുത്, നിർത്തത്. ഈ 33 ദിവസം പ്രാർത്ഥനയ്ക്ക് മറ്റൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ഒരു കാര്യമെങ്കിലും പറ. നിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കുക. എനിക്ക് നല്ലത് വരും, ദൈവം എന്നെ അനുഗ്രഹിക്കും, എനിക്ക് നല്ല ജോലി കിട്ടും, എനിക്ക് നല്ല കുടുംബജീവിതം തരും, അനുഗ്രഹമുള്ള മക്കളെ എനിക്ക് ദൈവം തരും, എൻ്റെ വിശ്വാസം വർദ്ധിക്കും, എനിക്ക് നല്ല ശുശ്രൂഷകൾ കിട്ടും, ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാനൊരു അനുഗ്രഹമായി മാറും. നിന്റെ വിശ്വാസം നിന്നെ തകർക്കില്ല, നിന്നെ രക്ഷിക്കും. അത് ബൈബിൾ വചനമാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും, അത് നിരാശരാക്കില്ല. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്ന നിങ്ങൾ ഈ 2 വചനങ്ങളൊന്ന് ചേർത്തേ. സക്കേവൂസ് എന്താ ചെയ്തത്? യേശുവിനെ ഒന്ന് കാണാൻ പുള്ളി മനസ്സിലൊന്ന് ആഗ്രഹിച്ചു. 2-ാമത്തെ വ്യക്തിയോ യേശുവിനെ ആ വസ്ത്രത്തിൽ തൊട്ട സൗഖ്യം പ്രാപിക്കും പ്രതീക്ഷയോടെ വിശ്വസിച്ചു. 2 പേരും നിരാശരായില്ല. ഈ 2 പേരും നിരാശരായില്ലെങ്കിൽ നിങ്ങളും നിരാശരാകത്തില്ല. നിങ്ങളും ഇതേ വചനമാണ് കേൾക്കുന്നത്. സക്കേവൂസ് എന്തെങ്കിലും വലിയ കാര്യം ചെയ്തോ? ഒരു മരത്തെ കയറി ഇച്ചിരി ഓടി, ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. വലിയ ആനകുതിര കാര്യങ്ങളോ വലിയ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന, വലിയ ഫ്ലക്സ് അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മഹാ അത്ഭുതങ്ങളൊന്നും പുള്ളി ചെയ്തില്ല. പുള്ളി ഇച്ചിരി വേഗത്തിൽ ഓടി ഒരു മരത്തെ പിടിച്ച് കയറി, ഇത്രേ ചെയ്തുള്ളൂ. എന്തിനു വേണ്ടിയാ? ദൈവത്തെ ഒന്ന് കാണാൻ,
അതിനും അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കാര്യം നടക്കാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ചാൽ പോരാ. എങ്ങനെയും എൻ്റെ കാര്യം നടക്കണം, എങ്ങനെയും ജോലി കിട്ടണം, എങ്ങനെയും നടക്കണം, എങ്ങനെയും. അതുമാത്രമല്ല, ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുക, ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുക, ഈ വചനത്തെ അറിയാൻ ആഗ്രഹിക്കുക. നീ ദൈവത്തിൽ വളരാൻ ആഗ്രഹിക്കുമ്പം ഒപ്പം നീയും വളരും. ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം നീ തളരുമെന്നല്ല, ഒപ്പം നീ വളരും. ഈ പുസ്തകം വായിച്ചിട്ട് ആരും തളർന്നിട്ടില്ല. ആരും ഇന്നു വരെ പറഞ്ഞിട്ടുണ്ടോ? ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പുസ്തകം വായിച്ചിട്ട് ഞാൻ നശിച്ചു, അത് നിങ്ങൾ വായിക്കേണ്ട പുസ്തകമാണെന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഇതേ കേട്ടിട്ടുള്ളൂ. ഈ പുസ്തകം വായിച്ചിട്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു, എൻ്റെ ജീവിതം മാറി, ഞാൻ അന്ന് അങ്ങനെയായിരുന്നു, ഇന്ന് ഞാൻ സന്തോഷത്തിൽ ജീവിക്കുന്നു, എൻ്റെ കാര്യങ്ങൾ ദൈവം നടത്തി, എന്നെ ദൈവം അനുഗ്രഹിച്ചു. വളരുന്ന സാക്ഷ്യവും വളർത്തിയ സാക്ഷ്യമേ കേൾക്കുന്നുള്ളൂ. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ സഹായിക്കട്ടെ. ഈ 10ാമത്തെ ദിവസം വച്ചിരിക്കുന്ന നിയോഗം എന്താണോ വിശ്വസിച്ചത് അത് കയ്യിൽ കിട്ടും. എന്താണോ വിശ്വസിച്ച് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, വെറുതെ കാട്ടിക്കൂട്ടാൻ വേണ്ടി ഒരു ചടങ്ങായിട്ടല്ല, നിയോഗം വച്ചിട്ടാണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചത് നിങ്ങളുടെ കൈകളിൽ വരും. നിങ്ങളുടെ വീട് രക്ഷപ്പെടും. സക്കേവൂസ് എന്ന വ്യക്തി ഒറ്റയ്ക്ക് പോയ ആ യാത്ര, പുറകോട്ടോടാത്ത മുന്നോട്ടോടിയ യാത്ര, അത് അവൻ്റെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം ക്ഷണിച്ചു വരുത്തിയ ഒരു യാത്രയായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ 33 ദിവസത്തെ 10ാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയോ? നിങ്ങളുടെ ഭവനത്തിൽ ദൈവം കയറി വരുന്ന രക്ഷയുടെ ഒരു ദിവസമാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. നിങ്ങളുടെ ശരീരത്തിൽ പോലും തൊട്ടറിയാൻ പാകത്തിന് ഒരു അനുഗ്രഹം കിട്ടുന്ന ദിവസമാണ് ഈ 10ാമത്തെ ദിവസം. രക്തസ്രാവക്കാരി സ്ത്രീ ശരീരത്തിൽ അറിഞ്ഞു, അവൾ സൗഖ്യം പ്രാപിച്ചെന്ന്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിലെ ഓരോ വ്യക്തികളും അവരുടെ ശരീരത്തിലും കുടുംബത്തിലും ഈ 10ാമത്തെ ദിവസം അറിയാൻ ഇടവരട്ടെ. ദൈവം എന്നെ തൊട്ടുവെന്നും ദൈവം എനിക്ക് വിടുതൽ നൽകിയെന്നും സൗഖ്യം നൽകിയെന്നും. സക്കേവൂസ് ഓടി സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറി. ആ മരത്തിൻ്റെ മുകളിൽ കയറി. ഒരു മരത്തിൻ്റെ മുകളിൽ കയറാൻ ചില പരിശ്രമമൊക്കെ നടത്തി കാണും. ആ പരിശ്രമത്തെ യേശു അത്ഭുതകരമായി മാനിച്ചു. നിങ്ങളും ഈ 33 ദിവസം ദൈവത്തെ അറിയാൻ, പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ കാണിച്ച പരിശ്രമമില്ലേ, അത് സ്വർഗം മാനിക്കുന്ന സമയമാണ്. ദൈവം അനുഗ്രഹിക്കുന്ന സമയമാണ്. ദൈവം വിടുവിക്കുന്ന സമയമാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരിക്കൽ കൂടി 10ാമത്തെ ദിവസം പറയട്ടെ. ഇനി നമുക്കുള്ളത് 23 ദിവസങ്ങളാണ്. ഇപ്പോൾ 10 ദിവസങ്ങളാണ് കഴിഞ്ഞത്. 10 ദിവസവും പ്രാധാന്യമുള്ള ഗൗരവമുള്ള വിഷയങ്ങളാണ് പറഞ്ഞത്. മൈക്ക് കിട്ടിയത് കൊണ്ട്, ഒരു ക്യാമറ മുന്നിലുള്ളത് കൊണ്ട് എന്തോ വിളിച്ചു പറഞ്ഞതല്ല, ഒരുങ്ങി പ്രാർത്ഥിച്ച് നൽകിയ വചനങ്ങളും സന്ദേശങ്ങളുമാണ്. ഇത് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദിവസങ്ങളാണ്. ശാലോം TV-യിലെ ആളുകൾ ഇതൊരു പ്രോഗ്രാമായി സംപ്രേഷണം ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഒരുപാട് ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന നിയോഗത്തോടെ നടത്തുന്ന ഒരു അനുഗ്രഹമുള്ള ശുശ്രൂഷയാണ്. ഈ ജപമാല സഖ്യത്തോട് നിങ്ങൾ പങ്കുചേരണം. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരണം. ശാലോമിലേക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വിളിച്ചു പറയണം. ആ കൂട്ടായ്മയിൽ ചേരാൻ വേണ്ടി നിങ്ങൾ വിളിക്കണം. അതിൻ്റെ കാര്യങ്ങൾ അറിയണം. ഈ 10ാം ദിവസവും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരോട് പറയണം. ഈ കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്ക്. ഒരു കുടക്കീഴിലെന്ന പോലെ അത് അനുഗ്രഹത്തിൻ്റെ വലിയൊരു സമൃദ്ധിയെ കൊണ്ടുവരും.